ഹലോ ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഇപ്പോ നമുക്ക് തീരെ സുഖമല്ല. സുഖമില്ലാണ്ടായി. അതേപോലെ തന്നെ ചെറുതിനും കുറച്ച് ജലദോഷമൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ഇന്നത്തെ ദിവസം നമ്മുടെ മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞതിന്റെ തൊട്ട് പിറ്റേത്തെ ദിവസമാണ്, തൊട്ട് വെരി നെക്സ്റ്റ് ഡേ. അപ്പോൾ മൂക്ക് ബർത്ത്ഡേ ആയെന്ന് രാവിലെ തന്നെ നല്ല രീതിയിൽ ജലദോഷം വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഉണ്ടായിട്ടില്ല, തലേന്നൊന്നും ഉണ്ടായിട്ടില്ല. കിടക്കുന്നവരൊരു കുഴപ്പമില്ല. പുലർച്ചെയാകുമ്പോൾ ഇങ്ങനെ ഉറക്കം ഞെട്ടിക്കൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ മൂക്കടപ്പുണ്ട്. അപ്പോൾ ജലദോഷം പിന്നെ രാവിലെ തൊട്ട് മൂക്കിന്ന് ഷറപ്പറേ വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ ജലദോഷമായി. എന്നിട്ട് വണ്ടി എടുക്കല്ലേ. അപ്പോൾ പിന്നെ അന്ന് രാവിലെ തൊട്ട് എനക്കും ത്രോട്ട് ഇൻഫെക്ഷൻ ആയി. അപ്പോൾ വീട്ടിൽ സൂര്യ ഉണ്ടല്ലോ, അനിയത്തി ഉണ്ടല്ലോ, അവള് പ്രഗ്നന്റ് അല്ലേ. അപ്പം മോളും ഉള്ളത് കൊണ്ട് ഞാൻ വെച്ചു എൻ്റേത് ജലദോഷമായിട്ട് അവർക്ക് സ്പ്രെഡ് ആവണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാൻ പോയി. ബർത്ത്ഡേ ആയിരുന്നു രാവിലെ തന്നെ. അപ്പം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു, മൂക്കാണ് ജലദോഷം ഉണ്ടായത്. അപ്പം എനക്കും അതിൻ്റെ ക്ഷീണം, മോൾക്കും ക്ഷീണം. എങ്ങനെയല്ലോ ആണ് സ്റ്റേജിലെല്ലാം നിന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മളൊരു 11-11:30 ആയിട്ടുണ്ടായിരുന്നു രാത്രി, ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ. കുട്ടി വന്ന് കിടന്ന് എപ്പോഴാന്ന് തന്നെ എനിക്കറിയില്ല, എവിടെയോ പോയിട്ടുണ്ടായിനി. പിന്നെ രാത്രിയോട് രാത്രിയോട് കണക്ക് നല്ല ക്ഷീണം വന്ന്. അപ്പൊ തന്നെ അതിനെ മനസ്സിലായി എന്തോ ഒരു നല്ല ജലദോഷത്തിന്റെ ഒരു സീന് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് മാസ്ക് എല്ലാം എടുത്തിട്ട് വീട്ടില് കുഞ്ഞു മോളതിപ്പോ ഏകദേശം കുറയുന്നത് പോലെ ഉണ്ട്, എന്നാലും കുറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ചുമയിലുള്ളത് കൊണ്ട് മാസ്ക് എടുത്തിട്ട് കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ പിന്നെ സൂര്യൻ വീട്ടിലുള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് വീട്ടിൽ രാവിലെ മാസ്ക് ഇട്ട് എടുക്കല. അപ്പൊ കുട്ടൂനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവാന്ന് കരുതിയിട്ട് ഇപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. മോളെ അമ്മേന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയും അങ്ങോട്ടേക്ക്. മോളെ എന്നാ വെച്ചാൽ സൂര്യന്റെ അടുത്ത് വീട്ടിലാണ് എപ്പോഴും ആക്കല്, എവിടെയെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് ഏട്ടന്റെ വീട്ടില്. അപ്പൊ അവിടെ അമ്മയും ഒന്നില്ല, അമ്മ ജോലിക്ക് പോയിട്ടുണ്ട്. പിന്നെ അമ്മമ്മയും സൂര്യയും കിങ്ങി വേറെ എണീറ്റില്ല, കസിന്, അവളോ ഉള്ളത്. അപ്പൊ നമ്മളെ രണ്ടാളും ഇല്ലെങ്കിൽ ആന്റീന്റെ അടുത്തോ അല്ലെങ്കിൽ അച്ഛമ്മേന്റെ അടുത്തോ മാത്രമേ ഇവള് നിൽക്കൂ. അപ്പോൾ മൂക്ക് ജലദോഷം വന്നിട്ട് സൂര്യന്റെ അപ്പുറം അങ്ങനെ നിൽക്കണ്ട എന്ന് കരുതിയിട്ട് നമ്മള് മോളെ കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് കൊടുത്തിട്ടാണ് ഉള്ളത്. കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൂട്ടിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഫംഗ്ഷൻ നടത്തിയ ഓഡിറ്റോറിയത്തില് എന്തോ സാധനം കൊടുക്കാനുള്ള പ്ലേറ്റ്സ് എന്തോ ആക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് പോകും. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പം ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഓഡിറ്റോറിയത്തിലേക്ക് പോവാം, അവിടെ വേഗം പോണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് ഓഡിറ്റോറിയത്തിൽ പോയിട്ട് അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഡോക്ടറെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മൾ കാണിക്കാൻ പോകുന്ന പൂതപ്പാറക്ക് ഇപ്പം പൂതപ്പാറല്ല, കടപ്പുറ റോഡിൽ ഹെൽത്ത് മാൾ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് കാണിച്ചത് ഇന്നലെ. അപ്പം അവിടെ തന്നെ കാണിക്കാൻ എത്തി. പിന്നെ ഓഡിറ്റോറിയം വരുന്നത് പുതിയൊരു എത്തണ്ട, ചിറക്കൽ അശോക ഓഡിറ്റോറിയം. അപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയും നമ്മള് ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ 2 മണി വരെ. അപ്പൊ പോകുന്ന വഴിക്കുള്ളത് കാണാം. ഇന്നത്തെ എന്റെ കോലെല്ലാം ഇന്നലെ വന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് കിടന്നതാ. വേറെ ഇന്ന് ഒന്ന് തല പൊന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു രാവിലെ തൊട്ടിട്ട്. ഇപ്പൊ കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് ടാബ്ലറ്റ് എല്ലാം കഴിച്ചപ്പം കുറച്ചൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. മേലെല്ലാം വേദന, അതാണ് പ്രശ്നം. ജോയിൻസ് എല്ലാം ഭയങ്കര പെയിനാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് നമുക്ക് ഹോസ്പിറ്റൽ ഡേറ്റ് ആണ്. ഇനിയിപ്പോ വന്നിട്ട് വേണം വൈകുന്നേരം മോളെ കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിട്ട്. കാരണം നമ്മളൊരു ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് പോകാൻ വേണ്ടിട്ട്, ഫാമിലി ആയിട്ട്. അപ്പൊ അത് ആക്ച്വലി നാളത്തേക്ക് നമ്മള് വെച്ചതായിരുന്നു. അതിപ്പണി പോസ്റ്റ് പ്ലാൻ ചെയ്തു. കാരണം രണ്ടാൾക്ക് സുഖമില്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പൊ ഇതാ സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. കാരണം അത് നമ്മളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കുഞ്ഞിന്റെ ഇടവഴിയായിരുന്നു. അപ്പൊ ഇപ്പൊ മെയിൻ റോഡ് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഫൈൻ അടിച്ചു കിട്ടും. ശരിയാണ്, നമ്മുടെ സേഫ്റ്റിയാണ്. ആ റോഡ് സൈഡിൽ കോർണറിലേക്ക് കൂടി വരുന്നതുകൊണ്ടാണ് അതൊരു കുഞ്ഞു വഴി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു. ഇനിയിപ്പോ ഹൈവേയിലേക്ക് ഇരിക്കുന്നതിനാലും നമ്മൾ സേഫ്റ്റി നോക്കണം. അതുകൊണ്ടാണ് എന്തായാലും ആരെങ്കിലും വണ്ടി ഓട്ടിക്കുന്നില്ലെങ്കിൽ സേഫ്റ്റി ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മള് ട്രിപ്പിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായത്. കാരണം നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ജലദോഷം വന്നിട്ട് ഭയങ്കര ശീലക്കേടായതുകൊണ്ട് ആരെടുത്തും അങ്ങനെ നിൽക്കുന്നില്ല. ഞാൻ, ഏട്ടൻ, അച്ഛമ്മ, അമ്മമ്മ, ആന്റി ഇവര് മാത്രമേ പോകുന്നുള്ളൂ, ഇവരടുത്ത് മാത്രം. അതുകൊണ്ട് വെച്ചെന്നാല് മോളും കൂടി കുറച്ച് ഓക്കെ ആവട്ടെ. പിന്നെ ചില സമയത്ത് ഞാൻ തന്നെ എടുത്ത് വേണമെന്ന് വായിച്ചു. എനിക്കാണെങ്കിൽ കഴിയാത്തതുകൊണ്ട്
എടുത്തങ്ങനെ കുറേ സമയം നടക്കാനും നോക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം എല്ലാം ഒക്കെ ആയിട്ട് സെറ്റായിട്ട് പോകാമെന്ന് കരുതി അല്ലേ. പിന്നെ എന്തായാലും പോകുന്ന വഴിക്കാണ് ഇതാ. അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്, അശോക ഓഡിറ്റോറിയം. അപ്പം ഒട്ടും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കാറ്ററിങ്ങിൻ്റെ അവിടെ നിന്ന് പ്ലേറ്റ്സ് എന്തോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് എന്തോ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. നമ്മളിവിടെ നിന്നായിരുന്നു നമ്മുടെ ഇന്നലത്തെ പാർട്ടി നടന്നിട്ടുണ്ടായത്. അപ്പം ആൾക്കാർ കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു, ടൈമായല്ലോ, കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പം ഞാനിവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടാണ് ഉള്ളത്. ഇതാള് പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടേ. പ്ലേറ്റ് എടുത്ത് വന്നിട്ട് ഇതാ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെറുക്കച്ചിറ വഴിയാണേ. ഇതാണ് നമ്മുടെ ചെറുക്കച്ചിറ. നല്ല ഫേമസ് ആയിട്ടുള്ള ചിറയാണ്. ഇപ്പൊ ഇവിടെ നല്ല ക്ലീനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തോ റെക്കോർഡൊക്കെ ഉണ്ട് ഈ ചെറുക്ക്. എത്രാമത്തെയോ ഫസ്റ്റ് നീളം കൂടെ, ഏഷ്യയിലെ 2ാമത് നീളം കൂടിയ ചിറയാണിത്. അപ്പൊ ഇതാ ഇത്രയും ഉണ്ട് ഇതിന്റെ വീതി, നീളം എല്ലാം. ഇതിന്റെ തൊട്ടടുത്ത് അമ്പലമുണ്ട്. പിന്നെ കസ്തൂർബ സ്കൂൾ ഇതിന്റെ സൈഡിലേക്കാണ് വരുന്നത്. കണ്ണൂർക്കാർക്കെല്ലാം എന്തായാലും അറിയായിരിക്കും ചെറിയനെ കുറിച്ചിട്ട്. നല്ല മറ്റേ അമ്പലം എല്ലാം ഉണ്ടാവുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കാണാൻ വേണ്ടിട്ട്. ഫുൾ അമ്പലമായിരിക്കും, നല്ല റോസ് കളറ്. അത് താമരയാ അമ്പല റോസ് കളറ്, റോസ് കളറ് അറിഞ്ഞിട്ടൊന്നല്ലേ പറയുന്നത്. അപ്പൊ താമര ഉണ്ടാവും. താമര ആമ്പലം എല്ലാം ഉണ്ടാവില്ല. പണ്ട് ഞാനും അനുശ്രീയും കൂടിയിട്ട് ഒരു കൊല്ലത്തിലൊരിക്കൽ എന്തായാലും ഇവിടെ കടലായി അമ്പലത്തിൽ വരുത്തുണ്ട്. അപ്പോ നമ്മള് ബസ് ഇറങ്ങിയിട്ട് വളഞ്ഞ വഴി നടന്നിട്ടാ വരിക. നമുക്ക് വളഞ്ഞ വഴിയാന്ന് അത് അറിയില്ല. നമുക്ക് ആ ഒരു വഴി മാത്രമേ അറിയൂ. വളഞ്ഞ വഴി എന്ന് പറയാൻ ആ വഴി അറിയൂ പോവാൻ വേണ്ടിട്ട്. ഒരിക്കൽ ആ വഴിയിലൂടെ പോയത് കൊണ്ട് പിന്നെ ആ വഴി മാത്രമേ അറിയൂ. അങ്ങനെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഈ ചെറിയല് നമ്മൾ ഇറങ്ങിയിട്ട് പൂവെല്ലാം പറിക്കാൻ നോക്കലുണ്ട്. വീട്ടിലൊന്നും അറിയില്ല, ഈ വീഡിയോ കണ്ടാൽ അറിയായിരിക്കും. അതൊന്നും അറിയാത്തോണ്ടാണ് നമ്മള് ധൈര്യത്തില് ചെറുക്കച്ചെറിയന്റെ അതിലൂടെ കടലയമ്പലത്തിലേക്ക് വിടല്. പക്ഷെ നമ്മള് ആടുന്ന പൂവെല്ലാം പറിച്ച് മെല്ലെ കാലെല്ലാം കഴുകി കുറച്ച് സമയം കഴിച്ചാൽ അമ്പലത്തിലെത്തല്. തിരിച്ചു വരുന്ന വഴിക്കും ഈ ഒരു പ്രക്രിയ നടക്കും. വീട്ടിലാർക്കും അറിയില്ല, ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നേരെ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്. തലവേദനയും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഓക്കെ, ഡോക്ടറെത്തേക്ക് പോവാൻ. ഇവിടെ ഇപ്പൊ ഡോക്ടർ ഇത് തന്നെ ക്ഷീണം കാര്യങ്ങളെല്ലാം ആയിട്ട്. അല്ലെങ്കിൽ അമ്മമ്മയെല്ലാം പറയുന്ന വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുട്ടികളെ. അപ്പോഴിതാ നമ്മുടെ പ്ലേറ്റിനെ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നുണ്ട്. ഇവിടുന്ന് എടുത്തിട്ടുള്ളത്. അപ്പം നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ പ്ലേറ്റും കൂടി കൊടുത്തിട്ട് പോകാന്നാണ്. ഇല്ലെങ്കിൽ വാടക കൂടുതലാകും. അതുകൊണ്ട് നമ്മൾ നേരെ പ്ലേറ്റ് ഇവിടെ കൊടുക്കാൻ വന്നിട്ടുണ്ട്. എനിക്കിന്നെ കയ്യത്തോണ്ട് ഞാനിങ്ങനെ വണ്ടിയിലിരിക്കുന്നുണ്ട്. ചങ്ങായി എടുത്തിട്ട് പോകുന്നുണ്ട് പ്ലേറ്റ് എല്ലാം. എന്തെല്ലാണല്ലേ ഒരു ഫംഗ്ഷൻ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ അറിയുന്നേ ഇല്ല ഇത്ര മാത്രം കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട് എന്ന്. ശരിക്കും ഇന്നലത്തെ പ്രോഗ്രാമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ടായത് ഒരു 5:30, 6 ആകുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ആയിട്ടുണ്ടായിരുന്നു. 7 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ആരും ഉണ്ടായിട്ടില്ല ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏട്ടൻ മാത്രമായിരുന്നു. രാവിലെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഫുഡിൻ്റെ പച്ചക്കറി കാര്യങ്ങളെല്ലാം അവിടെ പാചകം ചെയ്യുന്നവരെ ഏൽപ്പിച്ചു. കേക്ക് ഓർഡർ കൊടുത്തത് വാങ്ങിച്ചുകൊണ്ടുപോയി. ഡെക്കറേഷൻ്റെ ആൾ വന്നു, അവർക്കെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഫുൾ ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ഒരിക്കൽ വീട്ടിൽ വന്ന് ഫുഡും കഴിച്ചു നേരെ ഓടിയതാണ് ഓഡിറ്റോറിയത്തിലേക്ക് വീണ്ടും. പിന്നെ വന്നത് 5:30, 6 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ നമ്മളെ കൂട്ടാനായിട്ട് വരുന്നത് 6 മണിക്കാണ്. അപ്പോഴേക്ക് ചങ്ങായി കുളിച്ചിട്ടില്ല, ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. വരുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, അയൺ ചെയ്ത് എല്ലാം റെഡിയാക്കി കൊടുത്തുകൊണ്ട് വന്ന് കുളിച്ച് വേഗം പോകാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഒരുമിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ഫസ്റ്റ് ട്രിപ്പ് അനിയൻ കൂട്ടിക്കൊണ്ടുപോയി. നന്ദു
ഓൻ കൂട്ടിയിട്ട് ഓഡിറ്റോറിയത്തിൽ പോയി. ഓൻ തിരിച്ച് വന്നിട്ടാണ് നമ്മൾ അതേ വണ്ടിയിൽ ഞാനും ഏട്ടനും മോളും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും കൂടിയിട്ട് പോയിട്ടുണ്ടായത്. അപ്പോൾ ഫുള്ള് ഓട്ടപ്പാച്ചിൽ. ഇന്നലെ ഒരു വകക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല ആൾക്ക്. എല്ലാം ഒറ്റക്കാണ് ചെയ്യുന്നുണ്ടായത്. പിന്നെ ഫുഡ് പാർട്ടി തുടങ്ങിയ ശേഷം പിന്നെ നന്ദുവും അനിയന്മാർ നന്ദുവും വൈഷ്ണവും പിന്നെ അവരെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരും കൂടി ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു ഫുഡിൻ്റെ വിളമ്പുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ആശ്വാസം കിട്ടി. അപ്പോൾ എന്നിട്ട് വീട്ടിലെത്തിയതും പിന്നെ എന്തെല്ലോ തിരക്കും കാര്യങ്ങളും കഴിച്ച് 2 മണി 2:30 ആയെന്ന് തോന്നും വീട്ടിൽ വരാൻ വേണ്ടിയിട്ട്. നേരാമൺ ഉറങ്ങിയിട്ടില്ല. അതിന് ശേഷം പിന്നെ അനക്കും ക്ഷീണമായി, എൻ്റെ ഉറക്കവും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇതിപ്പോൾ ചങ്ങായി ഇരുന്നിട്ടില്ല എന്ന് പറയും. ഇന്നലെ രാവിലെ തൊട്ടിട്ട് ശരിക്കും ഇതിൻ്റെ ഒരേ ഓട്ടപ്പാച്ചകത്തിനായിരുന്നു. ഹെൽപ്പിന് ആരും ഇല്ലാത്തതുകൊണ്ട് പാർട്ടിക്ക് വരുന്നേയും കണ്ടിന്, കുളിക്കുന്നേയും കണ്ടിന്, ഡ്രസ്സ് മാറ്റുന്നേയും കണ്ടിന്, ഓടുന്നേയും കണ്ടിന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഇതാ ഇന്ന് കണ്ടിന്യൂവേഷൻ ആയിട്ടാ ഇന്ന് വീണ്ടും അത് ഞാൻ പറഞ്ഞു. ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്ന സമയത്ത് എല്ലാം നമ്മൾ ഇതാവുന്നില്ല. അതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രോഗ്രാം നടക്കുന്നതിന് മുന്നേ എന്തൊക്കെ സെറ്റ് ചെയ്യണമെന്നൊന്നും നമ്മൾ ആരും അറിയുന്നില്ല. അതിനു വേണ്ടി ആൾക്കുന്നവർ മാത്രമേ. ഇപ്പൊ ഏട്ടനും കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം ഇതിലുണ്ട് എന്ന് ചിലപ്പോൾ അറിയില്ലായിരുന്നു. ഓരോരാട് ഈക്വലായിട്ട് ഓരോന്നും എടുക്കുമ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തത് കൊണ്ട് തന്നെ എല്ലാം ഇറങ്ങി അത് ഞാൻ കണ്ടതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടെല്ലാം കറക്റ്റ് മനസ്സിലാവും ചെയ്ത്. അപ്പൊ ഇനിയിപ്പോൾ വേറൊന്നുമില്ല, നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. കാരണം ഇതൊക്കെ പിന്നെ നമ്മൾ വാടകയൊക്കെ എടുത്തത് കൊണ്ട് ടൈം ലേറ്റ് ആവും തോറും അവർ വാടകേൻ്റെ എമൗണ്ടും കൂട്ടിക്കളയും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വേഗം അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. ഡോക്ടർ എന്തായാലും ഉണ്ട് അവിടെ. സോ ഇതിപ്പോൾ ഇങ്ങനെ കുലുങ്ങെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇടവഴിയിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പം നല്ല കുണ്ടും കുഴിയുണ്ട്. അതാണ് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് പൂതപ്പാറ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് അടുത്ത കടപ്പുറ റോഡിലാണ് നമ്മളെ ഡോക്ടർ ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞിട്ട് നോക്കിയിട്ട് എന്താണെന്നുള്ളത്. അപ്പോഴും നമ്മളിതാ ഹെൽത്ത് മാളിൽ എത്തിയിട്ടുണ്ട്, കടപ്പുറ റോഡിലുള്ള. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലിനിക്കാണ്. നല്ല ഫെസിലിറ്റീസ്. ഇവിടെ തന്നെ ലാബുണ്ട്, നമുക്ക് ഗ്ലൂക്കോസ് ഡ്രിപ്പ് ഇട്ടിട്ട് കിടക്കാൻ പറ്റും. ഫാർമസീൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെയാണ് കാണിക്കാൻ വന്നിട്ടുള്ളത്. പോയിട്ട് ഡോക്ടറെ നോക്കട്ടെ. 2 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 1 മണി ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചെണിയിപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമ്മളിതാ ഡോക്ടറെല്ലാം കാണിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പം വേറൊരു പരിപാടിയില്ല, വേറൊരു പരിപാടിക്ക് എന്നെ കൊണ്ട് പറ്റൂല, അത്രയ്ക്ക് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.